Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് ജൂൺ 19th സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി 5 പേപ്പേഴ്സിന്റെയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. QT പേപ്പറിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ഓൾറെഡി നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഇന്നത്തെ വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാസ്സാകാനും ഹൈ മാർക്സിലോട്ട് പോകാനും ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്നത് പാർട്ട് എ തന്നെയാണ്. കുറച്ച് പഠിച്ച് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പാർട്ടാണ് പാർട്ട് എ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയന്റഡ് ആയിട്ട് ബികോം BBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. നമ്മുടെ പ്രത്യേകത, കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. QT കോസ്റ്റ് അക്കൗണ്ടിങ് ഈ 2 പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് ബികോം BBA ആണ് അവൈലബിൾ ആവുക കേട്ടോ ഇപ്പോൾ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. എന്നാൽ പിടിച്ചോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ചാപ്റ്റർ തിയറി ചാപ്റ്റർ QTയുടെ ബേസിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തിയറികൾ വരാറുള്ളതാണ്. 2 and 5 മാർക്സ് ചോദ്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ് നിർബന്ധമായും പഠിച്ചിരിക്കണം. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ്, അത് 5 മാർക്കിൻ്റെ ചോദിക്കാം, അതുപോലെ തന്നെ 2 മാർക്സിൻ്റെ ചോദിക്കാം. ഫങ്ഷൻസ്, യൂസസ്, ഇത് 2 and 5 മാറി മാറി വരുന്നതാണ്. അതുപോലെ തന്നെ ടൈപ്സ്. ഓക്കെ, ദെൻ ലിമിറ്റേഷൻസ്, ഈ തിയറി ഒക്കെ നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം ലിമിറ്റേഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഓക്കെ, അപ്പോൾ QT എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ്, യൂസസ്, ടൈപ്സ്, ലിമിറ്റേഷൻസ് ഇതൊക്കെ നോക്കിയിരിക്കണം. മാറി മാറി വരാറുള്ളതാണ്. 2 മാർക്സിൻ്റെ വരും, 5 മാർക്സിൻ്റെ വരും. ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ സജഷൻ. ഇനി നെക്സ്റ്റ്, കോറിലേഷൻ എന്താണ്? നെക്സ്റ്റ് ടോപ്പിക്കിൽ കോറിലേഷൻ എന്താണ്, അതിലെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കിയിരിക്കണം. അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സിലെ ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പോൾ സിമ്പിൾ കോറിലേഷൻ ഉണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടായിരുന്നു സിമ്പിൾ കോറിലേഷനെ പറ്റിയിട്ട്. അപ്പോൾ ഇതിലേതെങ്കിലും വരാം. കോറിലേഷൻ എന്താണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ പലതരത്തിലുള്ള കോറിലേഷൻ, കാൾ പിയേഴ്സൺ ഉണ്ട്, റാങ്ക് കോറിലേഷൻ ഉണ്ട്. സോ റാങ്ക് കോറിലേഷൻ നോക്കിയിരിക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ 2-3 പ്രാവശ്യമായിട്ട് വന്നിട്ടില്ല, ബട്ട് നമുക്ക് പ്രതീക്ഷിക്കാം കൺകറൻറ്റ് ഡീവിയേഷൻ അങ്ങനെ അല്ലേ, ആ ഒരു മെത്തേഡ് ഉണ്ട്. അതിൻ്റെ പ്രോബ്ലം ഒരു 3 വർഷം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൺകറൻറ്റ് ഡീവിയേഷൻ എന്താണ് അതും നോക്കി വയ്ക്കുക. അപ്പോൾ കോറിലേഷൻ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കിയിരിക്കണം. അതിൽ സിമ്പിൾ അല്ല, ഒരുപാടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. റാങ്ക് കോറിലേഷൻ നോക്കിയിരിക്കണം. ദെൻ ഇതിൽ നെക്സ്റ്റ് പറയാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രോബബിൾ എറർ എന്താണ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എറർ അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും നോക്കി വയ്ക്കുക. സ്റ്റാൻഡേർഡ് എറർ എന്താണ് അത് നോക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് റിഗ്രഷൻ ആണ്. ഇതൊക്കെ 2 മാർക്സിന് വരുന്നതാണ്. റിഗ്രഷൻ എന്താണ്, അതിൽ ലൈൻ ഓഫ് റിഗ്രഷൻ ചോദിച്ചിട്ടുള്ളതാണ്, നിർബന്ധമായി നോക്കണം. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്താണ് ചോദിച്ചിട്ടുള്ളതാണ്, നോക്കിയിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രോബബിലിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളിൽ പലപ്പോഴും വരുന്നതാണ്. ഈക്വലി ലൈക്ക്ലി ഇവന്റ് എന്താണ് നോക്കിയിരിക്കണം. മ്യൂച്വലി എക്സ്ക്ലൂസീവ്
ഇവന്റ് എന്താണ് നോക്കിയിരിക്കണം. പിന്നെ ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്താണ്, ഇവന്റ് എന്താണ്, അൺസേർട്ടൺ ഇവന്റ് എന്താണ്, അങ്ങനെയുള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം. ഇവന്റ്, അതുപോലെ തന്നെ അതിൽ ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്താണ് ചോദിക്കാം. ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. പിന്നെ നെക്സ്റ്റ്, റാൻഡം എക്സ്പെരിമെന്റ് എന്താണ്, റാൻഡം എക്സ്പെരിമെന്റ് എന്താണ് നിർബന്ധമായും നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ദെൻ ഞാൻ പറഞ്ഞു ബേസിക് ടേമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം, ചിലപ്പോൾ 1 or 2 പ്രതീക്ഷിക്കാം. ഈക്വലി, ലൈക്ലി, മ്യൂച്വലി എക്സ്ക്ലൂസീവ്, എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ഇവന്റ്, ഇൻഡിപെൻഡന്റ് ഇവന്റ്, അൺസേർട്ടൺ ഇവന്റ്, ഇതൊക്കെ വരാറുള്ളതാണ്. പിന്നെ റാൻഡം എക്സ്പെരിമെന്റ് ഞാൻ പറഞ്ഞു നോക്കിയിരിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയിൽ തന്നെ ഇൻവേഴ്സ് പ്രോബബിലിറ്റി. ഒരു 3 വർഷത്തെ പേപ്പറിലുണ്ട്. പ്രോബബിലിറ്റി നിർബന്ധമായും നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ്, ഇൻവേഴ്സ് പ്രോബബിലിറ്റി, അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റാണ് ബയസ് തിയറം. ബയസ് തിയറം റിപ്പീറ്റ് ആണ്, മിക്ക പേപ്പറിലും കാണാൻ സാധിക്കും. ബയസ് തിയറം ഓക്കെ, നിർബന്ധമായും നോക്കിയിരിക്കണം. ബയസ് തിയറം മിക്ക പേപ്പറിലും ഉണ്ട്. ദെൻ നെക്സ്റ്റ്, ഈ പ്രോബബിലിറ്റിയുടെ എന്താണ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. ഓക്സിമാറ്റിക് അല്ല, ഒരു 3-4 എണ്ണം, അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും നോക്കിയിരിക്കണം കേട്ടോ പ്രോബബിലിറ്റീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ പ്രോബബിലിറ്റി എന്താണെന്ന് തന്നെ ചോദിക്കും. പ്രോബബിലിറ്റി എന്താണ് ആ ഒരു ചോദ്യം. ദെൻ ഇതിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. പ്രോബബിലിറ്റിയുടെ 1-2 സിമ്പിൾ ഏതെങ്കിലും പ്രോബ്ലം 2 മാർക്കിന് നോക്കിയിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ, അതാണ് ചോദ്യം. ക്ലാസിഫിക്കേഷൻ, അപ്രോച്ചസ് ഉണ്ട്. ഓക്സിമാറ്റിക് ഒരു 3-4 അതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആയിട്ട് എടുത്ത് ചോദിക്കാം. എന്തായാലും നോക്കിയിരിക്കണം. ബയസ് തിയറം റിപ്പീറ്റ് ആണ്. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും വരാറുള്ളതാണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്. ദെൻ അതിൽ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയലോ പോയിസോണോ നോർമലോ, അത് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാം. പിന്നെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ് ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന്. കണ്ടിന്യൂസും ചോദിക്കാം. ഇപ്പോൾ ഡിസ്ക്രീറ്റ് ആണ് എടുത്ത് ചോദിച്ചിട്ടുള്ള, കണ്ടിന്യൂസും അങ്ങനെ നമുക്ക് ചോദിക്കാം. പോയിസോൺ ഓക്കെ, നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. റിപ്പീറ്റ് ആണ് കേട്ടോ അതൊക്കെ. ക്ലാസിഫിക്കേഷൻ ഞാൻ പ്രോബബിലിറ്റിയുടെ നോക്കാൻ പറഞ്ഞു. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ ബയസ് തിയറം പറഞ്ഞു. ഡോട്ട് ചാർട്ട് എന്താണ് വന്നിട്ടുള്ളതാണ് ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി, നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാം. ഞാൻ പറഞ്ഞു തന്നെയാണത്. പലതരത്തിലുള്ള ഓക്സിമാറ്റിക് അല്ലേ, ഇതൊക്കെ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ചോദിക്കാം. തിയറം ഓഫ് പ്രോബബിലിറ്റി അത് നോക്കിയിരിക്കണം. ഓക്കെ, പിന്നെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം ഞാൻ വിട്ടുപോയത്, കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്താണ്. കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്താണ്. റിപ്പീറ്റ് ആണ് കേട്ടോ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, കൊസേഷൻ എന്താണ് നോക്കിയിരിക്കണം. പിന്നെ ഡിഫറൻഷിയേഷൻ എന്താണ് വന്നിട്ടുണ്ട്. ഡിഫറൻഷിയേഷൻ നോക്കിയിരിക്കണം. ദെൻ 2 വർഷത്തെ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രാം എന്താണ് 2 വർഷത്തെ പേപ്പറിൽ വന്നിട്ടുണ്ട്.
അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കണം കേട്ടോ. സ്കാറ്റർ ഡയഗ്രാം എന്താണ്? ഓക്കെ. പിന്നെ നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ ഏരിയയിൽ വന്നിട്ടുള്ളതാണ് ഡിസിഷൻ തിയറി. ഡിസിഷൻ തിയറി എന്താണ് നോക്കിയിരിക്കണം. പിന്നെ ഡിസിഷൻ ട്രീ അനാലിസിസ് അത് വന്നിട്ടുണ്ട്. ഡിസിഷൻ ട്രീ അനാലിസിസ് നോക്കിയിരിക്കണം. ഇതൊക്കെ 2 മാർക്സിന് വന്നിട്ടുള്ളതാണ്. പിന്നെ നോഡ് എന്താണ്, ബ്രാഞ്ചസ് എന്താണ്, നോഡ് എന്താണ്, അതുപോലെ തന്നെ ആൻഡ് ബ്രാഞ്ചസ് ലാസ്റ്റ് മൊഡ്യൂളത്തെ ഏരിയാസിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. ബ്രാഞ്ചസ് എന്താണ് നോക്കിയിരിക്കണം. നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ദെൻ നെക്സ്റ്റ് LPP ലീനിയർ പ്രോഗ്രാമിംഗ് എന്താണ്, പ്രോബ്ലം എന്താണ്. ഓക്കെ, അതും പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ. പിന്നെ ഇനി ഇതിൽ വിട്ടുപോയിട്ടുള്ളത് എന്താ, റാൻഡം എക്സ്പെരിമെൻറ്റ്. വെറും എക്സ്പെരിമെൻ്റ് എടുത്ത് ചോദിക്കാം. നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് പറഞ്ഞു. അതല്ലാണ്ട് തന്നെ നമുക്ക് എക്സ്പെരിമെൻ്റ് എന്താണ് അങ്ങനെ ചോദിക്കാം കേട്ടോ. എക്സ്പെരിമെൻ്റ് എന്താണ് അങ്ങനെയും ചോദിക്കാം. വേറെ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു ഇൻഡയറക്റ്റ് വേയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇങ്ങനെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് പറയാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സ്പ്ലെയിൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. 2 മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്പ്ലെയിൻ. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ലീസ്റ്റ് സ്ക്വയർ പറഞ്ഞു, റിഗ്രഷൻ. സോ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടു വന്നിട്ടുള്ളത്. ഒരു 20 ചോദ്യങ്ങളുടെ സജഷനാണ് ഞാൻ തന്നിട്ടുള്ളത്. ഞാനൊന്നും കൂടി പറയാം. QT എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ്, യൂസസ്, ടൈപ്സ്, ലിമിറ്റേഷൻസ് നോക്കിയിരിക്കണം. 2 പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പറഞ്ഞതിൽ നിന്ന്. കോറിലേഷൻ, അതിൻ്റെ ടൈപ്സ്, സിമ്പിൾ കോറിലേഷനോ അങ്ങനെ പലതരത്തിലുണ്ടല്ലോ. ലീനിയർ, പെർഫെക്റ്റ്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം. റാങ്ക് കോറിലേഷൻ, കൺകറന്റ് ഡീവിയേഷൻ എന്താണ്, പിന്നെ പ്രോബബിൾ എറർ, സ്റ്റാൻഡേർഡ് എറർ, റിഗ്രഷൻ, ലൈൻ ഓഫ് റിഗ്രഷൻ, മെത്തഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ ഈക്വലി ലൈക്ലി, മ്യൂച്വലി എക്സ്ക്ലൂസീവ്, അതുപോലെ തന്നെ എക്സോസ്റ്റീവ് ഇവൻറ്റ്സ്, ഇവൻ്റ് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ്, അൺസർട്ടൺ ഇവൻ്റ്, അതുപോലെ തന്നെ അതിൽ സാമ്പിൾ സ്പേസ്, സാമ്പിൾ പോയിൻ്റ്, അതൊക്കെ ഉണ്ട്. ബേസിക് ടേമുകൾ അത് നോക്കിയിരിക്കണം. ദെൻ പിന്നെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണ്, എക്സ്പെരിമെൻ്റ് എന്താണ്, ഇൻവേഴ്സ് പ്രോബിലിറ്റി, ബയസ് തിയറം, പ്രോബിലിറ്റിയുടെ പ്രോബ്ലം ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട് മിനിമം. ദെൻ ക്ലാസിഫിക്കേഷൻ പ്രോബിലിറ്റിയുടെ അതിൽ തന്നെ ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള ഉണ്ട്. ഓക്സിമാറ്റിക്, പിന്നെ പലതരത്തിലുള്ള, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, ഇതിലൊക്കെ നോക്കിയിരിക്കണം. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, 3 തരത്തിലുള്ള ബൈനോമിയൽ, പോയിസൺ, നോർമൽ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതിനെ പറ്റിയിട്ട് എടുത്ത് ചോദിക്കാറുണ്ട്. ഡോട്ട് ചാർട്ട് എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ തിയറം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. കോഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ, കോസേഷൻ എന്താണ്, ഡിഫറൻഷിയേഷൻ എന്താണ്, സ്കാറ്റേർഡ് ഡയഗ്രാം എന്താണ്, ഡിസിഷൻ തിയറി, ഡിസിഷൻ ട്രീ അനാലിസിസ്, ഡിസിഷൻ ട്രീ അനാലിസിസ്. ദെൻ നോഡ് എന്താണ്, ബ്രാഞ്ചസ് എന്താണ്, LPP. പിന്നെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോർമൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മാർക്സിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക്. സോ ഇതിൽ നിന്നൊരു 15 എണ്ണം നിർബന്ധമായും നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ കിട്ടും. ഓക്കെ, ഇതിൽ നിന്നുള്ള ഒരു 15 ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ ആദ്യത്തെ ഒരു 5 ചോദ്യങ്ങൾ ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ഓക്കെ, ദെൻ ഫൈനലി ഇതാണ്. സോ നെക്സ്റ്റ് നമുക്ക് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെ ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.